സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുതൽക്കൂട്ടാവുന്ന PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭിന്നസ്വരങ്ങൾ ഇടതുമുന്നണിക്ക് തിരിച്ചടിയാവുകയാണ്. CPI നിലപാട് മുഖവിലയ്ക്ക് എടുക്കേണ്ട എന്നാണ് CPMന്റെ തീരുമാനം. ഇന്ന് ചേരുന്ന CPI കൗൺസിൽ യോഗത്തിലെ തീരുമാനം അതുകൊണ്ട് തന്നെ നിർണായകമാണ്. ദിസ്ന സുരേഷ് ചേരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന, ആദ്യം മുതൽ തന്നെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കില്ല എന്നൊരു നിലപാടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ ഈ 1200 കോടി രൂപയിലേക്കുള്ളൊരു നോട്ടമാണ് ഇത്തരത്തിൽ പെട്ടെന്നുള്ളൊരു നിലപാട് മാറ്റം എന്നുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ CPIയുടെ നിലപാട് മുഖവിലയ്ക്ക് എടുക്കേണ്ട എന്നാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് CPI കൗൺസിൽ യോഗം ചേരുകയാണ്. അതിലെടുക്കുന്ന തീരുമാനം വളരെ നിർണായകമാണ്, അല്ലേ? തീർച്ചയായും ദേവിക, PM ശ്രീ എന്നത് ഏറ്റവും വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുതൽക്കൂട്ടാവുന്ന കേന്ദ്ര പദ്ധതി. അതിനെ അട്ടിമറിക്കുവാനുള്ള എല്ലാ ശ്രമവും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നിരുന്നു എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ നിലപാട് നമ്മൾ കണ്ടതാണ്. ഒരിക്കലും PM ശ്രീയിൽ ഒപ്പുവയ്ക്കില്ല എന്ന കടുംപിടുത്തം പിടിച്ച വിദ്യാഭ്യാസ മന്ത്രിയാണ് പിന്നീട് വാർത്താ സമ്മേളനത്തിലൂടെ ന്യായീകരണവുമായി ഇത്തരത്തിലൊരു സ്ഥിരീകരണവുമായി രംഗത്ത് വന്നത് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ CPIയുടെ എതിർപ്പ് പോലും മുഖവിലയ്ക്കെടുക്കാതെയാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ബിനോയ് വിശ്വത്തിൻ്റെ ഒക്കെ തന്നെയും പരസ്യ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. ഈ PM ശ്രീ നടപ്പിലാക്കുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ABVP എന്നൊരു വിദ്യാർത്ഥി സംഘടനയെ തന്നെയാണ് ദേവിക. കാരണം നിരന്തരമായ പോരാട്ടങ്ങൾ മന്ത്രിയെ ഉൾപ്പെടെ കണ്ട് സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെയും കരിങ്കൊടി പ്രതിഷേധം ഉൾപ്പെടെ ABVP എന്ന വിദ്യാഭ്യാസ സംഘടന നടത്തിയിരുന്നു എന്ന് തന്നെയാണ്. അതിൻ്റെ ഒക്കെ ഫലമായാണ് ഈ PM ശ്രീയിൽ ഒപ്പുവയ്ക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരിക്കുന്നത് എന്ന് തന്നെയാണ്. എന്നാൽ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ വിമർശനങ്ങൾ അല്ലെങ്കിൽ ഈ ഫണ്ട് കണ്ടാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഈ PM ശ്രീക്ക് അനുമതി നൽകിയത് എന്നുള്ള വ്യാജ പ്രചരണങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ABVPക്കെതിരെ വ്യാപകമായി SFI ഒരു തരത്തിൽ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നു എന്നത് തന്നെയാണ്. PM ശ്രീയുടെ നേട്ടങ്ങൾ കൊയ്യുവാൻ വേണ്ടി മാത്രം ABVP ശ്രമിക്കുന്നു എന്നൊരു കാര്യം തന്നെയാണ് SFI കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. അതിനെതിരെ ABVPയുടെ വാർത്താ സമ്മേളനങ്ങളൊക്കെ തന്നെയും നമ്മൾ ഇന്നലെ കണ്ടതാണ്. എന്തായാലും ഇന്ന് CPIയുടെ കൗൺസിൽ യോഗമുണ്ട്. അതിൽ ശക്തമായ ഭിന്നാഭിപ്രായമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ബിനോയ് വിശ്വത്തിൻ്റെ ഉൾപ്പെടെയുള്ള പരസ്യ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് മറ്റു സംസ്ഥാനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഒരു പദ്ധതി അല്ലെങ്കിൽ ഇത്രയും സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഗുണകരമാകുന്ന പദ്ധതിക്കെതിരെയാണ് ഇത്തരത്തിലൊരു വിഭാഗം രംഗത്ത് വരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമസ്ത മുഖപത്രത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ PM ശ്രീ പദ്ധതിക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ എഡിറ്റോറിയൽ പേജിൽ തന്നെ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമുക്ക് ഏറ്റവും അറിയാൻ സാധിക്കുന്നത് ദേവിക, വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ മുതൽക്കോട്ടാവുന്ന ഈ പദ്ധതിക്ക് എന്തിനാണ് ഇത്തരത്തിലൊരു തടസ്സം നിൽക്കുന്നത് എന്ന് തന്നെയാണ്. രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്നൊരു കാര്യം തന്നെയാണ് ഇവർ പ്രധാനമായും വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അത്തരത്തിലല്ല, മറിച്ച് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായ ഒരു പദ്ധതി, ആ പദ്ധതിയെ ഇങ്ങനെ വിമർശിക്കുന്നു. പക്ഷേ ഈ സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പുവയ്ക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മന്ത്രി V ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കുട്ടികളുടെ കാര്യമാണ്. കുട്ടികളുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള നീക്കുപോക്കും ഉണ്ടാവില്ല, ഈ പദ്ധതിയുമായി തങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നതാണ്. അപ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിൽ CPIയിലെ ഒരു വിഭാഗം വലിയ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല, അതായത് അവർ PM ശ്രീയുമായി മുന്നോട്ട് പോകുന്നു എന്നൊരു ന്യായീകരണവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ മന്ത്രി വന്നിരുന്നു. വരും ദിവസങ്ങളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ ഉൾപ്പെടെ കണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയും അതിനു വേണ്ട ചർച്ചകൾ നടത്തുകയും ചെയ്യും എന്നതാണ്. കൃത്യമായി ഈ ഫണ്ട് ലഭിക്കുമ്പോൾ ഇത് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് കൃത്യമായി ഉപയോഗപ്പെടുമോ എന്നൊരു കാര്യവും നോക്കിക്കാണേണ്ടതുണ്ട്. അത്തരത്തിലുള്ളൊരു ആശങ്കയും നിലവിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് തന്നെയാണ്. അതിൽ മാത്രമല്ല ഈ ABVP എന്ന വിദ്യാർത്ഥി സംഘടന നടത്തിയ ഈ പ്രയത്നങ്ങളെയൊക്കെ താറടിച്ചു കാണിക്കാനുള്ളൊരു ശ്രമവും SFIയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ SFI രൂക്ഷമായ പരാമർശവുമായി ഒക്കെ തന്നെയും രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് ABVPയുടെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനങ്ങൾ ഉൾപ്പെടെ ഉണ്ടായത്. എന്തായാലും ഇന്ന് യോഗത്തിൽ ഇത്തരത്തിൽ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിയോജിപ്പുണ്ടാവും, അതോടൊപ്പം തന്നെയുള്ള ഭിന്നാഭിപ്രായങ്ങൾ രൂപപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേവിക.